എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 5th അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജനുവരി 4-ാം തീയതിക്കുള്ളിലായിട്ട്, അതായത് 4-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ട് വിദ്യാർത്ഥികളുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഈ ഒരു ജനുവരി 4-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അത് പ്രത്യേകിച്ച് മുൻ അലോട്ട്മെൻറ്റിലൊക്കെ ആ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ അതായത് ഈ ഒരു ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല എന്നുള്ളൊരു കാര്യം ഇതിൽ സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആണ് എങ്കിൽ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജനുവരി 6-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് മെത്തേഡ് 2 എണ്ണമാണ് ഉണ്ടാകുക. ഒന്ന് ഓൺലൈനും ഒന്ന് ചലാനും. ചലാൻ ഓപ്ഷനാണ് സെലക്ട് ചെയ്താൽ പ്രിൻറ്റ് ചലാൻ ഓപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചലാൻ പ്രിൻ്റ് എടുത്ത് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ഒരു ജനുവരി 4-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ബാങ്ക് വഴി അടക്കുകയാണെങ്കിൽ 24 ഹവേഴ്സിന് ശേഷം മാത്രമായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിങ്ങനെയുള്ള ആ ഒരു രണ്ടാമത്തെ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓൺലൈനായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പിന്നീടുള്ള ആ ഒരു ബാങ്ക്, അതായത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ UPIയുടെയോ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പെട്ടെന്ന് തന്നെ, അതായത് അരമണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടും. ബാങ്ക് വഴിയാണെങ്കിൽ ചലാൻ്റെ ആ ഒരു ബാക്കി ഭാഗം നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അഡ്മിഷൻ ടൈമിൽ എത്ര രൂപ ഫീസ് അടക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് അനുസരിച്ചിട്ടായിരിക്കും ഫീസ് ഉണ്ടാവുക. ഡിപ്ലോമ ഇൻ ഫാർമസി ആണെങ്കിൽ ഏകദേശം അഡ്മിഷൻ സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഏകദേശം 80,000-ഓളം രൂപ അഡ്മിഷൻ സമയത്ത് അടക്കാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു കോഴ്സുകളാണെങ്കിൽ ഏകദേശം 32,000-ഓളം രൂപ അടക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോഴ്സ് ഏതാണോ അതനുസരിച്ച് എത്ര രൂപ ഫീസ് വരും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ NOC അപ്ലോഡ് ചെയ്ത് മറ്റൊരു കോളേജിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും മുൻ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്ന് വാങ്ങിച്ച ശേഷം, അതുപോലെ ഫീസും വാങ്ങിച്ച ശേഷം പുതിയ കോളേജിലേക്ക് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. ഓൾറെഡി നിങ്ങൾ അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതിയ കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് വീണ്ടും ചെയ്യേണ്ടതില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു ജനുവരി 4-ാം തീയതിക്കുള്ളിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് ഫീ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ട് ഉപകാരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ജനുവരി 6-ാം തീയതി
വൈകുന്നേരം 3 മണിക്കുള്ളിലായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻസും എടുത്ത് പോയിട്ട് അഡ്മിഷൻ നേടുക. ഇന്ന് മുതൽ ജനുവരി 6-ാം തീയതി വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, കോളേജിൽ ജോയിൻ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിലവിൽ മറ്റൊരു കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു കോളേജിൽ നിന്നുള്ള ഡോക്യുമെൻസും ഫീസും ഒക്കെ തിരികെ വാങ്ങിച്ച് പുതുതായിട്ട് കിട്ടിയ കോളേജിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. അഡ്മിഷനായിട്ട് വേണ്ടത് അലോട്ട്മെൻറ്റ് മെമോ, അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത റിസിപ്റ്റ്, അതുപോലെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, TC, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതുപോലെ ആ ഒരു ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, OEC വിദ്യാർത്ഥികൾക്കാണെങ്കിലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാതെ OEC വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ SC BC അതുപോലെ തന്നെ OBC വിഭാഗത്തിലുള്ളവരും ഈ ഒരു നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ EWS വിഭാഗത്തിലുള്ളവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസിനെതിരെ എടുത്തുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. ഇതെല്ലായിടത്തും ലഭ്യമല്ലാത്തതുകൊണ്ട് അഡ്മിഷൻ സമയത്ത് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല, അത് പിന്നീട് നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബാലൻസ് ഫീസ് എന്തെങ്കിലും കോളേജിൽ അടക്കാനായിട്ട് അഡ്മിഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി എടുക്കുക. അതുപോലെ നിങ്ങളുടെ ഒരു 2 ഫോട്ടോ കൂടി കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC +2 സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു 5 കോപ്പി വീതം ജസ്റ്റ് നിങ്ങളുടെ കയ്യിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ടിനോ മറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ റിസിപ്റ്റിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾ എടുത്തു വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജനുവരി 6-ാം തീയതി വരെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.